മരിച്ച വിഷ്ണുജയുടെ ഭർത്താവ് എളങ്കൂർ സ്വദേശി പ്രഭിനെ വീട്ടിൽ നിന്നാണ് മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിലും കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടും പാടം സ്വദേശിനി 25-കാരി വിഷ്ണുജയെ ഭർത്താവ് പ്രഭിന്റെ എളങ്കൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെയാണ് യുവതിയുടെ കുടുംബം ആരോപണവുമായി രംഗത്തുവരുന്നത്. സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് പ്രഭിൻ ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു. വിഷ്ണുജയ്ക്ക് ജോലിയില്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും പിതാവ് വാസുദേവൻ പറഞ്ഞു. വിഷ്ണുജ ജീവനൊടുക്കില്ലെന്നും കൊന്നതാണെന്നും പിതാവ് ആരോപിക്കുന്നു. അവളെ മാനസികമായിട്ട് നല്ല പീഡിപ്പിക്കുന്ന അവള് മറ്റേ കോഴിക്കോട് പഠിച്ചിരുന്നത്. അപ്പൊ അവളെ കൂട്ടുകാരികളൊക്കെ പിന്നെ പറഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞത്. പിന്നെ ചെറിയ ചെറിയ ന്യൂസൊക്കെ അറിയണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു, അച്ഛത്തില് ഇടപെടണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ ഇടപെടണ്ട, മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട അത് പ്രശ്നമാണ്, അപ്പോൾ അത് ഞാൻ തന്നെ പരിഹരിക്കും, എൻ്റെ ഏട്ടനെ ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരുന്നു അവള് പറഞ്ഞ. അവള് ഒരു മനക്കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഞാൻ അതിൽ ഇടപെട്ടില്ല. അപ്പൊ അവള് പറഞ്ഞു, ഇടപെടേണ്ട സമയം വരുമ്പോ ഞാൻ പറയണ്ട്, അപ്പൊ ഇടപെടാന്ന് പറഞ്ഞു. 2023 മെയ് 14 പ്രഭിനും വിഷ്ണുജയും തമ്മിലുള്ള വിവാഹം നടന്നത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.